അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് നല്ലൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി ഉണ്ടാക്കാനായി ഒരു കടായി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. ആദ്യം തന്നെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ സവാള തന്നെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സവാള ഇട്ട് വഴറ്റുന്ന കൂട്ടത്തിൽ സവാളയിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള കുക്കാവുന്നത് വരെ ഒന്ന് അടച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. എല്ലായിടത്തും നല്ല മഴയാണല്ലോ, ഇവിടെ നല്ല മഴയാണ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ അടച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇനി ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് സവാള ഒന്നും കൂടെ വഴറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും 2 തൊണ്ടൻ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് തീരെ എരിവില്ല അതാണ് ഞാൻ 2 തൊണ്ടൻ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. സ്കൂളൊക്കെ തുറക്കാൻ ഇനി 2 ദിവസമുള്ളൂ. ഇങ്ങനെ മഴയാണെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. ഒന്നും കൂടെ തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള നല്ലതുപോലെ തന്നെ വഴന്ന് കിട്ടണം. ഇനി ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കരിവേപ്പിലയാണ്. ഇതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം പൊടിച്ച പൊടി. ഈ ജീരകം പൊടിച്ചത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂൺ കുരുമുളക് പെപ്പർ ചിക്കൻ ആണല്ലോ, അപ്പോൾ കുരുമുളകാണല്ലോ കൂടുതൽ വേണ്ടത്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ബ്ലാക്ക് കളറാവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കണം എന്നില്ല കാരണം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണല്ലോ, അപ്പോൾ ആ ചിക്കൻ്റെ കൂടെ തന്നെ തക്കാളിയും കൊടുന്ന് കുക്കായി കിട്ടിക്കോളും. ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിപ്പത്തിലല്ല ഈ വലിപ്പത്തിലാണ് നമുക്ക് നല്ലത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിയിലാണല്ലോ നമ്മുടെ മസാലയൊക്കെ ഉള്ളത്. ഇനി ചിക്കനിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാളയിലേക്കാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വഴറ്റുന്ന സമയത്ത് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അടച്ച് വെച്ചാൽ തന്നെ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഇതാ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ ചിക്കൻ കുക്കാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ പെപ്പർ ചിക്കൻ കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കാരണം ഈ മഴയ്ക്ക് നല്ല എരിവ് നമുക്ക് വേണമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പെപ്പറിൻ്റെ എരിവും കൂടി ആകുമ്പോൾ നല്ല ഇഷ്ടമാവും. പെപ്പർ ചിക്കൻ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ്റെ കൂടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറാണ് നെയ്ച്ചോറ് തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് എന്താണോ നമ്മളന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൂടി കഴിക്കാം പിന്നെ നമ്മുടെ ബട്ടൂറക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ചിക്കൻ കറി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നത് വരെ നമുക്കൊന്നുകൂടി തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും
അപ്പോഴാണ് പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് വരിക. ഇനി ഇതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറിയും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പെപ്പർ ചിക്കനും പിന്നെ ചിക്കൻ കറിയും. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. നല്ലൊരു അടിപൊളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.